അപ്പോൾ ഇന്നത്തെ വീഡിയോ മുട്ട ബജിയാണ് കേട്ടോ. മുട്ട ബജിയുടെ വീഡിയോ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ട് ഞാനൊന്ന് അതായത് ഉണ്ടാക്കി നോക്കുന്ന കേട്ടോ. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയത്. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ചമ്മന്തിയുടെ മസാല വെച്ചിട്ടുള്ള അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ള 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തിക്ക് ആവശ്യമായ പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉള്ളി, അതായത് വലിയ ഉള്ളീനെ കുറച്ച് ഇഞ്ചി, കുറച്ച് മല്ലിയില, തേങ്ങ, ഇത്രയും നമുക്ക് ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ചമ്മന്തിയുടെ ഒരു പരിവം ഉണ്ടാവില്ല അതുപോലെ അരച്ചെടുക്കുക കേട്ടോ. നല്ല അധികം അരഞ്ഞു പോവാതെ ചമ്മന്തിക്ക് നമ്മൾ ഒതുക്കിയെടുക്കൂലേ, അങ്ങനെ കുറച്ച് എരിവൊക്കെ കൂടുതലുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ഞാൻ 4 പച്ചമുളക് എടുത്തിനെങ്കിലും എരിവ് കുറച്ച് കുറവായിരുന്നു. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച പച്ചമുളകായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇത് ഈ ഒരു പരുവത്തിനാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ മുട്ടയെ പുഴുങ്ങിയത് മുറിച്ചെടുക്കണം. ഈ മുട്ട എന്തോ സംഭവിച്ചിട്ടാട്ടോ അങ്ങനെ ആയത്, എനിക്ക് മനസ്സിലായില്ല. പൊട്ടിപ്പോയിരുന്നു ഞാൻ പുഴുങ്ങിയപ്പം. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഏക്കോണിച്ചൊരു കോലം വന്നത്. അപ്പോൾ അതിങ്ങനെ 2ആയിട്ട് മുറിച്ച് മാറ്റാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ് വെച്ചെടുക്കേണ്ടത്. അപ്പോൾ ചമ്മന്തി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ മുട്ടയുടെ മഞ്ഞ ഇതിനകത്ത് ചമ്മന്തിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ്, വേറെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. മഞ്ഞയുടെ ടേസ്റ്റും അല്ല, ചമ്മന്തിയുടെ ടേസ്റ്റും അല്ല, അങ്ങനെ ഒരു വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ചമ്മന്തിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പൊടിച്ച് ചമ്മന്തിയും അതുമായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ നോക്കാം. എനിക്ക് എരിവായിരുന്നു, പിന്നെ പച്ചമുളക് ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. ഇനി നമ്മൾ ഓരോ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ, എന്നാല അത് കുറച്ചൊരു ഇതുണ്ടാവും. അതായത് ഒരു മുട്ടയുടെ ഒരു വലിപ്പം പോലെ തന്നെ മുറിച്ചത് തോന്നാത്ത വിധത്തിൽ അങ്ങനെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നിറയെ ഫില്ലിങ് വെച്ചിട്ട് നമ്മളിത് 6 മുട്ടയും എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത ചമ്മന്തിയുടെ മിക്സ് എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ. ആ 6 മുട്ടക്കും കറക്റ്റായിട്ട് കൊണ്ടു. അത് കഴിഞ്ഞിട്ട് കടലപ്പൊടിയാണ് കേട്ടോ. 1 കപ്പ് മൈദപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ, വലിയൊരു സ്പൂണ്, സെയിം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തത്. ഇനി അതിലത്തേക്ക് ആവശ്യമായിട്ട് ബജ്ജിക്ക് വേണ്ട സംഭവങ്ങൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മല്ലിച്ചപ്പൊക്കെ ഇടാം, ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബജിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങളായിരിക്കില്ലേ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കണം. ഈ കലക്കുന്നതിലാണ് മുട്ട ബജിയുടെ ഒരു വലിയൊരു സ്ട്രക്ചർ ഇരിക്കുന്നത്. കാരണം വെച്ചാൽ മുട്ടേനകത്ത് മാവ് അധികം നമുക്ക് പിടിച്ച് കിട്ടൂല. അതുകൊണ്ട് ഈ മാവിൽ നല്ലപോലെ ശ്രദ്ധ വേണം. എന്നിട്ട് നമുക്ക് കലക്കി വെക്കാം. ഇനി ഗ്യാസ് അടുപ്പത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ എന്താ വേണ്ടിച്ചാൽ മുട്ടയുടെ ഒരു പീസ് അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം മുക്കിയിട്ട് കണ്ട ഈ ഒരു സ്ട്രക്ചറിൽ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുട്ട ബജി കിട്ടുള്ളൂ. മുട്ട ബജിയുടെ ഷേപ്പിൽ കിട്ടുള്ളൂ. ഷേപ്പിലൊന്നല്ല കാര്യം എന്ന് പറയും, എങ്കിലും ഷേപ്പിലും കാര്യമുണ്ട്. കാരണം മുട്ട കോട്ട് ചെയ്ത് വരാണ്ട് നമുക്ക് മുട്ട ബജി കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇതാ ഞാൻ ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാണ്ട ചെയ്യുന്നത്. ഇതാ ഇങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയിലാണ് മാവ് ഇരിക്കുന്നത്. ഈ മാവ് നല്ല ടേസ്റ്റ് ആണ് ട്ടാ. ഈ സെയിം മാവ് കൊണ്ട് നമുക്ക് മുളക് ബജ്ജി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. നല്ല തിക്നെസ്സിൽ കലക്കണം എന്നാണ് കേട്ടോ അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതാ ഒരു ഭാഗം മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ മറ്റേ ഭാഗം കൂടെ മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ബജ്ജി ഇവിടെ ഒരു സെക്ഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു സെക്ഷൻ. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ 2 സെക്ഷനും നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്തത്. ഞാൻ 3 മുട്ട വെച്ചിട്ട് 6 ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് മാവ് എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു മുട്ട ബജ്ജിൻ്റെ. അത് ബാക്കി വന്നതല്ല, ഞാൻ കുറച്ച് അധികം ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉള്ളിവടയും കൂടി ആക്കാം, വക്കുവട അങ്ങനെയാ പറയാം, വക്കുവട ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു വക്കുവടയാക്കിയതും ഉള്ളിവടയും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കാന്താരിയൊക്കെ വെച്ച് അരച്ച് ചമ്മന്തി ആക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ
ഞാൻ മുറിച്ചിട്ട് രണ്ടാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ നിറയെ കിട്ടുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയൊക്കെ ആയതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് കൂടെ എന്തെങ്കിലും സോസോ ചട്നിയോ കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായേനെന്നാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്. അപ്പോൾ വോയിസ് ഞാൻ കൊടുത്തിട്ടായിരുന്നു, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബേക്കിൽ TV തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ എന്ത് വേണം എടുത്ത് മ്യൂട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി സോസും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളാക്കുമ്പോൾ സോസൊക്കെ ആക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക.